നമസ്കാരം. എസ് വി ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നമ്മുടെ വീഡിയോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത്. നമുക്ക് വിഷയത്തിലേക്ക് വരാം. നമുക്ക് വെറുതെ ഇപ്പം UDF-ന്റെ തള്ളലൊക്കെ നമ്മൾ കേട്ടല്ലോ. 100-100-100-100-ലധികം സീറ്റുകൾ, 110, 115 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് കണക്കുകളാണ്. എന്തായാലും ഏറ്റവും കുറഞ്ഞത് UDF-നെ സംബന്ധിച്ചിടത്തോളം 100 സീറ്റുകൾ കിട്ടും. ഇവിടെ നമ്മൾ പരിഗണിക്കേണ്ടത് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി 27 സീറ്റുകളിലാണ് ഇത്തവണ മത്സരിക്കുന്നത്. കഴിഞ്ഞ തവണ ആകെ ഉണ്ടായിരുന്നത് എനിക്ക് തോന്നുന്നു 25 സീറ്റിലോ മറ്റുമാണ് മത്സരിച്ചത്. അതിൽ 15 സീറ്റിൽ മാത്രമാണ് മുസ്ലിം ലീഗിന് വിജയിക്കാൻ കഴിഞ്ഞത് എന്നുള്ളതാണ്. 25 സീറ്റിൽ 15 സീറ്റുകൾ മാത്രമാണ് മുസ്ലിം ലീഗ് വിജയിച്ചത്. അതിൽ 21 സീറ്റുകൾ മാത്രമാണ് കോൺഗ്രസ് പാർട്ടിക്കും വിജയിക്കാൻ കഴിഞ്ഞത്. അങ്ങനെയാണ് പിന്നെ ബാക്കി വടകരയും പിന്നെ CMBയും എല്ലാം കൂടെ ചേർത്തിട്ടുള്ള പിന്നെ കേരള കോൺഗ്രസും എല്ലാം കൂടെ ചേർത്തിട്ടുള്ള ഒരു കണക്കാണ് വരുന്നത്. അപ്പോൾ ആകെ കോൺഗ്രസിൻ്റെ കൈമുതൽ ഉള്ളത് എന്ന് വെച്ചാൽ വെറും 21 സീറ്റുകൾ മാത്രമാണ് എന്ന് നമുക്ക് വെറുതെ ചിന്തിക്കാം. ഇവിടെ നമ്മൾ നോക്കിക്കോളൂ, ലീഗിനെ സംബന്ധിച്ചിടത്തോളം 15 സീറ്റ്. ഇത്തവണ പറയുന്ന 20-ലധികം സീറ്റുകൾ അവർ നേടും, 25 നേടാനാണ് സാധ്യത എന്ന് പറയുന്നു. പക്ഷേ അവിടെയും ചില പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ കളമശ്ശേരിയിൽ ഇബ്രാഹിം കുഞ്ഞിൻ്റെ മകനാണ് അവിടെ മത്സരിക്കുന്നത്. അപ്പം കളമശ്ശേരിയെ സംബന്ധിച്ചിടത്തോളം എറണാകുളം ജില്ലയിലാണ്. ആ കളമശ്ശേരി സീറ്റ് കിട്ടും എന്ന് പിന്നെ മുസ്ലിം ലീഗ് അങ്ങ് വിശ്വസിക്കാൻ കഴിയില്ല. അപ്പം ഈ പറയുന്ന കളമശ്ശേരി നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്, ഗുരുവായൂർ നഷ്ടപ്പെടും, അതോടൊപ്പം പുനലൂർ നഷ്ടപ്പെടും, കൂത്തുപറമ്പും പേരാമ്പ്രയും നഷ്ടപ്പെടും. അങ്ങനെ മൊത്തത്തിൽ 25-ൽ 5 സീറ്റുകൾ ഉറപ്പായും. ബാക്കിയൊക്കെ ഇനി പിന്നെ അവിടെ ഇവിടെയൊക്കെ ഉള്ള സീറ്റുകൾ എണ്ണാറുണ്ട്. മലപ്പുറത്തൊക്കെ ആണെങ്കിൽ തന്നെയും പലയിടങ്ങളിൽ ഇപ്പോൾ കോഴിക്കോട്, ഇപ്പോൾ തിരുവമ്പാടി സീറ്റിനെ കുറിച്ച്, കൊടുവള്ളി, ഇതൊക്കെ നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. എന്നിരുന്നാൽ തന്നെയും ഈ പറയുന്ന പോലെ ഇത്രയും സീറ്റുകൾ 5 സീറ്റുകളിൽ ഉറപ്പായും ഇവിടെ മുസ്ലിം ലീഗ് പരാജയപ്പെടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. മുസ്ലിം ലീഗിന് 5 സീറ്റ് കിട്ടില്ല. അപ്പം മുസ്ലിം ലീഗിൻ്റെ സീറ്റ് 20 എന്ന് പറയുന്ന കണക്കിലേക്ക് ചുരുങ്ങിപ്പോവും. വീണ്ടും വേണ്ടി വരുന്നത് 52 സീറ്റുകൾ കൂടി UDF-ന്, കോൺഗ്രസിന് അല്ലെങ്കിൽ UDF എന്ന് പറയുന്ന മുന്നണിക്ക് നേടേണ്ടി വരും. അതിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പരമാവധി നേടിയെടുക്കാൻ കഴിയുന്ന സീറ്റുകളുടെ എണ്ണം 21. അപ്പോഴും UDF എന്ന് പറയുന്ന മുന്നണിക്ക് ലീഗിൻ്റെ എല്ലാം കൂടെ ചേർത്തിട്ട് മൊത്തം 41 സീറ്റുകൾ മാത്രമായിരിക്കും നേടാൻ കഴിയുന്നത്. കോൺഗ്രസിൻ്റെ നിലവിലത്തെ ഒരു സീറ്റിൻ്റെ കണക്ക് വെച്ചിട്ടാണ് പറയുന്നത്. നിലവിൽ ഒരു 41 സീറ്റ് അല്ലെങ്കിൽ ഒരു 21 പോട്ടെ, ഒരു 3 സീറ്റുകൾ കൂടി അല്ലെങ്കിൽ 25 സീറ്റ് എന്നുള്ള കണക്കിൽ പിടിച്ചിരുന്നാലും ശരി, ഒരു 5 സീറ്റും കൂടി അധികപ്പറ്റ് UDF അല്ലെങ്കിൽ കോൺഗ്രസ് പിടിച്ചിരുന്നാൽ അവർക്കൊരു 45 സീറ്റ് വരെ മാത്രമേ നേടാൻ കഴിയൂ എന്നുള്ളതാണ് ഒരു യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. പൊയ്ക്കോട്ടെ, അത് 5 അല്ല, ചിലപ്പോൾ 10 അല്ല, 20 സീറ്റ് വരെ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ തന്നെയും ഒരു 20 സീറ്റും 41, 20, 61, 62 സീറ്റിലേക്ക് കോൺഗ്രസ് ഒതുങ്ങിപ്പോവും. ഇനി അതിൽ കൂടുതലൊക്കെ വരിക എന്ന് പറഞ്ഞാൽ വലിയ പാടാണ്. കാരണം ഈ പറയുന്ന കേരള കോൺഗ്രസ് ഇത്തവണ ഒരിടത്തും ജയിക്കാൻ സാധ്യതയില്ല. കഴിഞ്ഞ തവണ തൊടുപുഴ മാത്രമാണ് വിജയിച്ചത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ബാക്കി എങ്ങും വിജയിക്കാൻ പിന്നെ മോൻസും ജയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരിൽ ഒരാൾ മാത്രമാണ് ജയിക്കാൻ സാധ്യത. അപ്പോൾ അതോടുകൂടി കേരള കോൺഗ്രസിൽ നിന്ന് ഒരു കുത്തൊഴുക്കുണ്ടാകാനുള്ള സാധ്യതയൊന്നുമില്ല. പാലായെ സംബന്ധിച്ചിടത്തോളം അവിടെ ഇത്തവണ ജോസ് കെ മാണി വിജയിക്കുമെന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പാണ്. അപ്പോൾ അങ്ങനെ പല മണ്ഡലങ്ങളും ഉണ്ട്. അത്തരം കേരള കോൺഗ്രസിൻ്റെയും പല മണ്ഡലങ്ങളും ഇനിയിപ്പം പറയുന്ന പോലെ നമ്മൾ കണക്കാക്കേണ്ടി വരും. അപ്പോൾ അവിടങ്ങളിലെല്ലാം ഈ പറയുന്ന UDF-നും മെച്ചപ്പെട്ട ഒരു നില കണ്ടെത്താനും സാധിക്കില്ല. അപ്പോൾ തന്നെ ഏകദേശം 60 സീറ്റുകളിലേക്ക് ഒതുങ്ങാനുള്ള സാധ്യതയാണ് നിലവിൽ UDF-നെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. പക്ഷേ അവർക്ക് പറയാം 100, 120, 125, 150, 140 വരെയൊക്കെ അവർക്ക് പറയാൻ കഴിയുന്ന ഒരു സാഹചര്യമാണുള്ളത്. എന്നാൽ ഇവിടെ ഇതിൽ നിന്ന് UDF-ൽ നിന്നും അല്ലെങ്കിൽ കോൺഗ്രസിൽ നിന്നും ഇടതുപക്ഷത്തെ വ്യത്യസ്തമാക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം എന്താണെന്നറിയോ? ഈ ഇടതുപക്ഷത്തിനൊരു ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അതായത് കോൺഗ്രസ് ഇനിയും പിടിച്ചെടുക്കേണ്ടിയിരിക്കുന്ന ഒരു വലിയ വിഭാഗം വോട്ടുണ്ട് അല്ലെങ്കിൽ സീറ്റുകളുണ്ട്. അത്രയും തന്നെ ഇവിടെ FD നോക്കിയിരിക്കുന്ന പാർട്ടിയാണ് ഇടതുപക്ഷം അല്ലെങ്കിൽ CPM, CPI-യും FD ഇട്ടിരിക്കുക. എന്ന് വെച്ചാൽ 50 സീറ്റ് ഇപ്പോൾ തന്നെ CPM-ൻ്റെയും അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ കയ്യിൽ വിജയിച്ച് നിൽക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. 50 സീറ്റ്, ഒരു അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. പിന്നെ ആകെ വേണ്ടത് 22 സീറ്റൂടെ കിട്ടിയാൽ ഒരു കേവല ഭൂരിപക്ഷത്തിലെത്തി സർക്കാർ ഉണ്ടാക്കാൻ ഉള്ള സാധ്യതകളാണ് പിന്നീട് തെളിയുന്നത്. ഇനി എന്തുകൊണ്ടാണ് ഇത് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ നിലവിൽ MLA-മാർക്കെതിരായി നിലവിൽ പിന്നെ CPM-ൻ്റെ അല്ലെങ്കിൽ ഇടതുപക്ഷ MLA-മാർക്കെതിരായി ശക്തമായൊരു വികാരമൊന്നും ഇവിടെ ഇല്ല. അത് വസ്തുതയാണ്.
പിന്നെ അതോടൊപ്പം അഴിമതി, ഇത് സഭയിലുണ്ടായിരുന്ന അല്ലെങ്കിൽ മന്ത്രിമാർക്കെതിരായ ആരോപണങ്ങൾ ഇതുവരെയൊന്നും ഉയർന്നു നമ്മൾ കേട്ടിട്ടില്ല. പിന്നെ ഈ പറയുന്ന എല്ലാ മണ്ഡലങ്ങളെ സംബന്ധിച്ചിടത്തോളം ഓരോ MLA-മാരുടെയും മണ്ഡലങ്ങളിലേക്ക് കൃത്യമായി വികസനം, അതായത് അടിസ്ഥാന വികസനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എത്തിക്കുവാൻ സാധിച്ചു എന്നുള്ളതും ഇടതുപക്ഷത്തെ സർക്കാരിൻ്റെ ഒരു വലിയ വിജയമായി തന്നെ കണക്കാക്കാൻ സാധിക്കും. ഈ പറയുന്ന പോലെ അതുകൊണ്ട് തന്നെ MLA-മാർക്കെല്ലാം അവരവരുടെ മണ്ഡലങ്ങളിൽ ഇനി ഏത് സമയത്തും എപ്പോൾ വേണമെങ്കിലും സധൈര്യം കയറി ചെല്ലാൻ കഴിയുന്ന അത്രയും ഒരു പ്രവർത്തനം കാഴ്ചവെക്കാൻ അവർക്കെല്ലാം കഴിഞ്ഞതുകൊണ്ട് തന്നെ ഈ 50 സീറ്റുകളിൽ യാതൊരുവിധ മാറ്റവും ഇവിടെ ഉണ്ടാകാൻ പോകുന്നില്ല എന്നാണ് അർത്ഥം. ഇനി പിന്നെ നമ്മൾ ആ സീറ്റുകളെ പരിശോധിക്കുകയാണെങ്കിൽ അത്ര 50 സീറ്റുകൾ ഏതൊക്കെയാണ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ വളരെ സിമ്പിളായി നമുക്ക് പറയാൻ കഴിയുന്ന ഒന്നാണ്. കാസർഗോഡ് മുതൽ പരിശോധിക്കുകയാണെങ്കിൽ കാസർഗോഡ് മണ്ഡലത്തിൽ കാഞ്ഞങ്ങാടും തൃക്കരിപ്പൂർ ഉദുമ എന്നീ പറയുന്ന മണ്ഡലങ്ങൾ ഈസിയായി പിന്നെ ഇടതുപക്ഷത്തിൻ്റെ ഫിക്സഡ് ഡെപ്പോസിറ്റ് കിടക്കുകയാണ്. പിന്നെ ഇങ്ങോട്ട് വന്ന കണ്ണൂർ അറിയാമല്ലോ, തലശ്ശേരി, കല്യാശ്ശേരി, പയ്യന്നൂർ, തളിപ്പറമ്പ്, കൂത്തുപറമ്പ്, മട്ടന്നൂർ വരെയുള്ള പ്രദേശങ്ങൾ വളരെ സേഫ് സോണിലാണ്. അതെല്ലാം ഇടതുപക്ഷത്തിൻ്റെ കയ്യിൽ തന്നെ ഇരിക്കും. പിന്നെ കോഴിക്കോടേക്ക് എത്തുമ്പോൾ പേരാമ്പ്ര, അവിടെ പിന്നെ എത്ര വിവാദങ്ങൾ ഉണ്ടാക്കിയാലും പേരാമ്പ്ര വിട്ടിട്ട് പേരാമ്പ്രയെ DK രാമകൃഷ്ണനെ വിട്ടിട്ട് ആരും അങ്ങനെ കളിക്കില്ല. പിന്നെ ബാലുശ്ശേരി, എലത്തൂർ, ബേപ്പൂർ ഉറപ്പായും ഇത്തവണ ഇടതുപക്ഷം കാര്യം ബേപ്പൂർ എന്ന് പറയുന്നത് ഇടത് കോട്ടയാണെന്നേ. അവിടെ വന്ന് PV അൻവറിനെ കൊണ്ടൊന്നും ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യമാണ്. അവിടെ മുഹമ്മദ് റിയാസ് അല്ലിനി ആര് നിന്നാലും പിന്നെ ഈ പറയുന്ന ബേപ്പൂരിൽ നിന്ന് ഇടതുപക്ഷം മാത്രമേ ജയിക്കുകയുള്ളൂ. അത് പാർട്ടി കോട്ടയാണ്. ഷൊർണൂർ, ഒറ്റപ്പാലം, കോങ്ങാട്, തരൂർ, നെന്മാറ, ആലത്തൂർ, ചേലക്കര, ഇവിടെ ആലത്തൂർ വരെയുള്ള ഭാഗങ്ങളിൽ വളരെ കൃത്യമാണ്, വളരെ കൃത്യമായി ഇത് FD ഇട്ടിരിക്കുകയാണ് ശരിക്കും. പിന്നീട് തൃശ്ശൂരേക്ക് വരുമ്പോൾ ചേലക്കര, കുന്നംകുളം, ഒല്ലൂർ, നാട്ടിക, കയ്പമംഗലം, പുതുക്കാട്, കൊടുങ്ങല്ലൂർ, പിന്നെ എറണാകുളത്തേക്ക് വരുമ്പോൾ വൈപ്പിൻ, ഉടുമ്പൻചോല, ദേവികുളം, വൈക്കം, ഏറ്റുമാനൂർ, ഇവിടേക്ക് ഇങ്ങോട്ട് കയറി വരുമ്പം ഇടുക്കിയിൽ തന്നെ ഉടുമ്പൻചോലയും ദേവികുളവും കിട്ടും. ഇങ്ങോട്ട് വന്ന കോട്ടയത്ത് വൈക്കം, ഏറ്റുമാനൂർ എന്തായാലും ലഭിക്കുന്ന 2 സീറ്റുകളാണ്. അതോടൊപ്പം ആലപ്പുഴയും ചേർത്തലയും മാവേലിക്കരയും ചെങ്ങന്നൂരും ഉറപ്പായി കിട്ടും. പാലക്കാട് ജില്ലയിൽ മലമ്പുഴ ഉറപ്പായി കിട്ടുന്ന മണ്ഡലമാണ്. പത്തനംതിട്ട ജില്ലയിലെ കോന്നി, അതോടൊപ്പം കൊല്ലത്തേക്ക് വന്നാൽ കൊട്ടാരക്കരയും പുനലൂരും ചടയമംഗലവും ഇരവിപുരയും ചാത്തന്നൂരും ഉറപ്പായി ലഭിക്കുന്ന സീറ്റുകളാണ്. പിന്നീട് വർക്കല, ആറ്റിങ്ങൽ, ചിറയൻകീഴ്, വാമനപുരം, നെടുമങ്ങാട്, പാറശാലയും നെയ്യാറ്റിങ്കരയും കിട്ടും. പിന്നെ ഉറപ്പായിട്ട് നമുക്കറിയാവുന്ന പോലെ മുഖ്യന്റെ സ്വന്തം സ്ഥലമായ ധർമ്മടം. അപ്പോൾ അങ്ങനെ 50 സീറ്റുകൾ വരെ വളരെ എളുപ്പത്തിൽ നേടിയെടുക്കാൻ കഴിയുന്ന ഒരു പാർട്ടിയാണ് CPM. എന്നാൽ നമ്മളിവിടെ നോക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം മണലൂർ എന്ന് പറയുന്ന സീറ്റ് നമ്മളിവിടെ ചർച്ച ചെയ്തില്ല. അതായത് ഞാൻ ഈ പറഞ്ഞതിനകത്ത് മണലൂർ എന്ന് പറയുന്നത് കൂടി ഉൾപ്പെടുത്താം. ഈ 50 പുറത്താണ് വരുന്നത്. മണലൂർ അതിൽ വരും. അതോടൊപ്പം തന്നെ കേരള കോൺഗ്രസിന്റെ സീറ്റുകൾ ഇതിനകത്ത് എണ്ണിയിട്ടില്ല അല്ലെങ്കിൽ കൂട്ടിയിട്ടില്ല. കേരള കോൺഗ്രസിന്റെ പാല ഉൾപ്പെടെയുള്ള സീറ്റുകൾ കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തേണ്ടതുണ്ട്. അതോടൊപ്പം അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പിന്നീട് വേണ്ടത് വെറും 22 സീറ്റുകൾ മാത്രം നേടിയാൽ LDF-ന് ഭരിക്കാൻ കഴിയുമെന്നേ. അപ്പം മണലൂർ ഇതിനകത്ത് വരും. ആലപ്പുഴ ജില്ലയിലെ കായംകുളം മണ്ഡലം ഇതിനകത്ത് എണ്ണപ്പെടേണ്ട ഒരു മണ്ഡലമാണ് എന്ന് നമുക്കറിയാം. അത് എണ്ണിയിട്ടില്ല. പിന്നീട് നമ്മൾ മലപ്പുറം ഇതിനകത്ത് നമ്മൾ തൊട്ട് നോക്കിയിട്ടില്ല. മലപ്പുറത്തുണ്ട്. പിന്നെ പിന്നെ അങ്ങനെ നമ്മൾ ഓരോ മണ്ഡലങ്ങളും നമ്മൾ എടുത്ത് ചിന്തിച്ച് നോക്കുമ്പോൾ ഒരു ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ വളരെ 22 സീറ്റ് നേടിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അത്ര വലിയ പ്രയാസകരമായ കാര്യങ്ങളൊന്നും അല്ല എന്ന് നമുക്ക് ഈ ഒരു ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ പലയിടങ്ങളിലും ഈ പറയുന്ന പേരാവൂർ ഇത്തവണ ഒരു വലിയൊരു മാറ്റം ഉണ്ടാകാൻ പോകുന്നു. അവിടെ ശൈലജ ടീച്ചർ അധികാരത്തിലേക്ക് അല്ലെങ്കിൽ MLA ആയി അവിടെ നിന്ന് വിജയിക്കാനുള്ള സാധ്യതകൾ നമ്മൾ കാണേണ്ടതുണ്ട്. പാലാ മണ്ഡലം, അതോടൊപ്പം തന്നെ നമ്മൾ ഓരോന്നും വിശദമായി നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിൻ്റെ പല മണ്ഡലങ്ങളിലും ഇപ്പം നമ്മൾ തിരുവനന്തപുരം ജില്ലയിലെ നേമം അവിടെ നോക്കണം. കഴക്കൂട്ടം എന്ന് പറയുന്ന മണ്ഡലത്തിലെ ഇതിനെക്കുറിച്ചും അരുവിക്കര മണ്ഡലത്തിലെ ഒരു ഇതിനെക്കുറിച്ചും കാട്ടാക്കടയെക്കുറിച്ചും ഒക്കെ നമ്മൾ ഒരുപാട് ചിന്തിച്ച് നോക്കുമ്പോൾ നമുക്കറിയാം ഒരു കേവല ഭൂരിപക്ഷത്തിന് അപ്പുറത്തേക്ക് ഒരു 78 വരെ സീറ്റുകൾ നേടിക്കൊണ്ട് LDF ഒരു തുടർഭരണത്തിലേക്ക് എത്തും എന്ന് നമുക്ക് ചിന്തിക്കാനുള്ള കാരണങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ UDF പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അല്ല യാഥാർത്ഥ്യമെന്നും 50 സീറ്റുകളോളം നിലവിൽ കയ്യിൽ കൊണ്ട് നടക്കുന്ന ഒരു മുന്നണിയാണ് ഇടതുപക്ഷം എന്നുള്ള ഒരു കാര്യവും എന്തുകൊണ്ടാണ് നമ്മളെല്ലാവരും മറന്നു പോകുന്നത്, അതല്ലെങ്കിൽ UDF എന്ന് പറയുന്ന മുന്നണി എന്തുകൊണ്ടാണ് മറന്നു പോകുന്നത് എന്നാണ് മനസ്സിലാവാത്തത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.